ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും, പല ഇൻട്രസ്റ്റുകളുണ്ടാവും. പല ആൾ ജയിക്കണമെന്നുണ്ടാവും, ചില ആൾക്കാർ തോക്കണമെന്നുണ്ടാവും, ചില ആൾക്കാർ ഒരിക്കലും ജയിക്കാൻ പാടില്ലെന്നുണ്ടാവും. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും ഇയാൾ ജയിക്കാൻ പാടില്ല, ഒരു ഒരു തരത്തിലും ഇയാൾ ജയിക്കാൻ പാടില്ല, ഇയാൾ ആളൊരു അത്ര ഒരു മടൻ ഭിത്ര കാണിക്കുന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ ഒരാൾ ആലപ്പുഴ ജി സുധാകരൻ. എന്തെന്നറിയില്ല, അയാള് വലിയൊരു നേതാവായിരിക്കും, പിന്നെ അഴിമതിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അയാളെ കയ്യിലിരിപ്പ് ഭയങ്കര ഒരു മാടൻ ഭിത്തരാണ്. മാടൻ ഭിത്തരൊന്നുമില്ലെങ്കിൽ മാത്രം പോരാ, ഒരു ഭയങ്കര എന്ത് പറയുന്നത്, എന്തോ ഒരു ജന്മിയെ പോലെയാണ് മൂപ്പർ പെരുമാറുന്നുള്ളത്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്നതുമായി ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മൂപ്പര ഒരു സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾക്കാം. മെഡിക്കൽ കോളേജുകളിൽ സംഘടനകളുടെ സൗജന്യ ഭക്ഷണ വിതരണം തടയണമെന്ന് അമ്പലപ്പുഴ MLA മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കയറ്റരുത്. ചോറും കഞ്ഞിയും കൊടുത്ത് അതിന്റെ പേരിൽ കെട്ടിയ കൊടികൾ നീക്കം ചെയ്യണം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇത് പാടില്ലെന്ന് അറിയിച്ചെങ്കിലും സേവാഭാരതി ഭക്ഷണം നൽകിയെന്നും ജി സുധാകരൻ. മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന് അന്നദാനം കൊടുക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ജോലി എന്താ? ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൊള്ളാം. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന് ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സേവാഭാരതി അവിടെ ഒരു ഷെഡ്യൂൾ കെട്ടി അവർ കൊടുക്കാൻ ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ ഞാൻ വിളിച്ച് എന്തായി കാണിക്കില്ല. അത് കലക്ടർ പറഞ്ഞു. നമ്മുടെ കലക്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പാടില്ലെന്നല്ല തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവുക. ഇതാണ് മൂപ്പര സ്റ്റേറ്റ്മെന്റ്. മെഡിക്കൽ കോളേജിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിർത്തണം, ഗവൺമെന്റ് കൊടുക്കണം. ഇയാളല്ലേ ഇപ്പൊ 5 വർഷത്തിന് മുമ്പ് മന്ത്രികളായിട്ടുണ്ടായ ആളല്ലേ? ആ സമയത്ത് ബോധമൊന്നും ഇല്ലാഞ്ഞേ, വല്ല ഒരു ധാർമ്മികനായ ഒരു മന്ത്രിയായിട്ട് മാത്രം നിന്നതാ മൂപ്പര്. ആ സമയത്ത് എന്താ ചെയ്യാൻ പറ്റാത്തത്? എല്ലാ അധികാരവും എല്ലാ സംവിധാനവും കയ്യിലുണ്ടാകുമ്പോ അല്ലിപ്പോ ഭരണം അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിരാം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറേണ്ട വന്ന സിറ്റുവേഷനില്ല ഇയാൾക്ക് ഇങ്ങനത്തെ ഓർമ്മയായത്. ഇതാണ് മൂപ്പരാവസ്ഥ. മെഡിക്കൽ കോളേജിലേക്കൊക്കെ ആളുകൾ വരുന്നത് വളരെ പാവപ്പെട്ട ആളുകളായിരിക്കും. അല്ല, ഇപ്പൊ എല്ലാവരും പോകുന്നുണ്ടാവും, പക്ഷെ എങ്കിലും പാവപ്പെട്ട ആളുകളാണ്. അവർക്കൊക്കെ വലിയൊരു ഒരു ആശ്വാസമാണ് ഈ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുള്ളത്. ഇത് വലിയ ഇതാവല്ലോ. കാരണം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആവശ്യത്തിന് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ടി പോലെ ചിലപ്പോൾ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിയേണ്ട രോഗികളുണ്ടാകുന്നു. അവർക്കൊക്കെ അവരെ സമയത്തോളം വലിയൊരു ഇതാണ് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നുള്ളത്. CH സെന്റർ പോലത്തെ ഇപ്പോൾ അതിലൊക്കെ കണ്ട ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തില്ല. വളരെ പാവപ്പെട്ട ആളുകളാണ് തിരുവനന്തപുരം മറ്റു RCCയിലേക്ക് എന്തൊക്കെ ഈ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അവർക്കൊക്കെ ഭക്ഷണം, താമസം, അതുപോലെ തന്നെ മെഡിസിൻ അടക്കമാണ് CH സെന്റർ എന്താക്കുന്നുള്ളത്, ഫ്രീ കൊടുക്കുന്നുള്ളത്. അതുപോലെ ഡിവൈഎഫ്ഐയും സേവാഭാരതിയൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്ന നമുക്കറിയാം, സേവാഭാരതി ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ സുധാകരന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാമാണ്. എങ്കിലും ഭക്ഷണം വിതരണം ചെയ്യുന്നുള്ളത് നല്ല കാര്യമാണ്. അതിനെ എതിർക്കേണ്ടതോ അതിനെ നമ്മ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല. നല്ലത് ചെയ്യട്ടെ, അയാൾക്ക് എന്ത് പ്രശ്നമുള്ളത്? പക്ഷെ ഒരു കാര്യം വെക്കാം, അതിന്റെ പേരിൽ അവിടെ ക്യാമ്പസിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് കൊടികുത്താനോ പന്തലിടാനോ അതിനൊന്നും സമ്മതിക്കേണ്ട. പക്ഷെ ഭക്ഷണം വിതരണം ചെയ്തോട്ട് അത് ആർക്കെങ്കിലും കിട്ടുന്ന ഒരു വലിയൊരു ഉപകാരമല്ലേ, വലിയൊരു നന്മയല്ലേ അവർ ചെയ്യുന്നുള്ളത്. അതിപ്പോ ആരെയും പ്രശ്നം എന്നുള്ള, നമുക്ക് എന്ത് പ്രശ്നമുള്ളത്? ആരെയും പ്രശ്നമില്ല, ഭക്ഷണം വിതരണം ചെയ്യട്ടെ. അതിന് ഇയാളെ ഒരു മസിലും പിടിച്ചിട്ട് ഭയങ്കര ഒരു വിതരണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുധാകരൻ പള്ളിക്കളാണ് ഇങ്ങനത്തെ മീനല്ല. എന്റെ മനസ്സിലുണ്ടായിരുന്ന മൂപ്പരെ ഒരു കാരണവശാലും UDF എന്താക്കാൻ പാടില്ലായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇയാൾ ഒറ്റക്ക് മത്സരിക്കട്ടി, UDF തീർച്ചയായിട്ടും അവിടെ UDF എന്താക്കട്ടി മത്സരിച്ച് ജയിക്കാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. ഒന്നാമതും ഈ ഭരണവിരുദ്ധം എന്നുള്ളതൊരു ആഞ്ഞടിക്കാൻ പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാം. UDF 100-ൽ പരം സീറ്റ് ജയിക്കുന്നു എല്ലാവർക്കും അറിയാം. ആ ഒരു സീറ്റിന്റെ ഇയാളെ പോലത്തെ ഒരു ആളെന്താക്കേണ്ടി താങ്ങേണ്ട ആവശ്യമില്ല ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ചിട്ട് പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതും നമ്മൾ ജയിപ്പിക്കേണ്ടതും നമ്മൾ അവരെ പിന്തുണക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഈ സ്ഥലത്ത് അമ്പലപ്പുഴയിൽ എന്താക്കേണ്ടത്, നമുക്ക് ജയിക്കാനുള്ള സാധ്യത നമ്മൾ കളഞ്ഞത് മാത്രം ഈ മാടമ്പീനെ താങ്ങിക്കൊണ്ട്. എന്നെങ്കിലും ഇത്തരത്തിലുള്ള വർത്തമാനം ജി സുധാകരനെ പോലത്തെ ആളുകൾ പറയാതിരിക്കുന്നതാണ് ജി സുധാകരന് നല്ലത്.